ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് അഡ്വാൻസ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ആൻസർ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ഡൗട്ട്സുകളുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടിങ് ഫോർ ലീസ് എന്നുള്ള ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു 3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ, കഴിഞ്ഞ 3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് ബി പാർട്ടിൽ ഈ ലീസിൽ ക്വസ്റ്റ്യൻ ആണ് ഒരു പ്രോബ്ലം ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വൃത്തിയായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടി. അപ്പോൾ അതിലൊരു ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Lease period 5 years. Annual lease rent of a property is 80,000 at the end of each year. Guaranteed residual value is rupees 28,000. Fair value at the beginning of lease is 3 lakh. Interest rate implicit on lease is 12.6%. The present value factor at 12.6% are 0.89, 0.79, 0.7, 0.622, 0.552 at the end of first, second, third, fourth and fifth year respectively. Show the journal entry to record the asset taken on lease in the books of the lessee. ഫിനാൻസ് ലീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ലെസ്സിയുടെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞേക്കണത്. അസറ്റ് എടുത്തിട്ടത് എത്ര രൂപയ്ക്കാണ് എന്നുള്ള ജേണൽ എൻട്രി എഴുതാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ലെസ്സി എത്ര രൂപയ്ക്ക് എടുത്തു എന്നാണ് നമുക്കറിയണം. അപ്പോൾ നമ്മുടെ തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ലെസ്സി അസറ്റ് ലീസിന് എടുത്തു കഴിഞ്ഞാൽ ലെസ്സിയുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റിയിൽ അത് റെക്കോർഡ് ചെയ്യണം. എത്ര രൂപയാണ് അത് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയണത് ഫെയർ പ്രൈസ് എത്രയാണെന്ന് ആദ്യം നോക്കാം. രണ്ടാമത്തത് പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സ്, ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സ് അത് എത്രയാണെന്ന് നോക്കാം. ഇത് രണ്ടിലും കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ലോവർ ഏതാണോ അതാണ് നമ്മൾ അസറ്റിന്റെ ലീസിന് എടുത്ത അസറ്റിന്റെ വാല്യൂ ആയിട്ട് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യേണ്ടത്, അഥവാ ജേണൽ എൻട്രി ആയിട്ട്. നമുക്കിപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ്റെ ജേണൽ എൻട്രി ആണ് പറഞ്ഞേക്കണേ, ജേണൽ എൻട്രി ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ആ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഏതൊക്കെ 2 വാല്യൂ ആണ് ഒന്നും കൂടി നമുക്ക് നോട്ട് ചെയ്യാം. ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫെയർ പ്രൈസ്. ഓക്കെ, ഫെയർ എന്താണ് പ്രൈസ് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. അത് തന്നിട്ടുണ്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എത്രയാണ്, 3 lakh എന്നിവിടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ഫെയർ പ്രൈസ് തന്നിട്ടുണ്ട്. ആ 3 lakhും. രണ്ടാമത് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്, രണ്ടാമത് നോക്കേണ്ടത് പ്രസന്റ് ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സ്. ഓക്കെ, ഇത് രണ്ടും അത് എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് ഈ 2 വാല്യൂവിലും ലോവർ പെർസെൻറ്റേജ് എത്രയാണോ ആ ലോവർ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, വാല്യൂ ആയിട്ട്. അപ്പൊ ലോവർ ആണ് നമ്മൾ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫെയർ പ്രൈസ് തന്നിട്ടുണ്ട് കണക്കിൽ 3 lakh ആണ്, പക്ഷെ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണേ കേട്ടോ. അതിനുവേണ്ടി നമ്മൾ 4 കോളായിട്ട് വരച്ചു. ഒന്ന് ഇയർ കോളം കൊടുത്തു. രണ്ടാമത്തെ കോളത്തിന് ഞാൻ പേര് കൊടുത്തത് ലീസ് പേയ്മെന്റ് ആണ്. ലീസ് പേയ്മെന്റിന്റെ കോളം രണ്ടാമത് കൊടുത്തു. മൂന്നാമത്തത് PV ഫാക്ടറിന് കൊടുത്തു. നാലാമത്തത് പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് റെന്റ്. കണ്ടു, ഇത്രയായിട്ടാണ് നമ്മൾ എന്താണ് ലീസ് പേയ്മെന്റ്സ് അഥവാ ലീസ് റെന്റ്. ഇത്രയായിട്ടാണ് 4 കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, 4 കോളായിട്ട് പ്രൊവൈഡ് ചെയ്തു. ഇല്ല, ഫസ്റ്റ് കോളത്തിലെ ഇയർ കോളത്തിലെ ഫസ്റ്റ് ഇയർ എത്രയാ ലീസ് പേയ്മെന്റ് കൊടുത്തത്, എല്ലാ കൊല്ലത്തിലെയും ലീസ് പേയ്മെന്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 80,000 രൂപയാണ് ലീസ് റെന്റ് പേയ്മെന്റ് ആയിട്ട് നമ്മൾ എല്ലാ കൊല്ലവും കൊടുക്കുന്നത്. 5ാമത്തെ കൊല്ലം ഒരു എക്സ്ട്രാ 28,000 റെസിജ്വൽ വാല്യൂവും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കൊടുക്കുന്നതെന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഓരോ കൊല്ലം എത്രയാണ് കൊടുക്കണത്, ഫസ്റ്റ് ഇയർ 80,000, സെക്കൻഡ് ഇയറും 80,000, തേർഡ് ഇയർ 80,000 കൊടുത്തു. ഫോർത്ത് ഇയറും 80,000 കൊടുക്കുന്നത്. ഫിഫ്ത്ത് ഇയറും 80,000 കൊടുക്കുന്നുണ്ട്. ഫിഫ്ത്ത് ഇയറിൽ ഇനി ഒരെണ്ണം കൂടിയുണ്ട്, എത്രയാ 28,000 റെസിജ്വൽ വാല്യൂവും കൊടുക്കണം. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് മുഴുവനും ലീസ് പേയ്മെന്റ്സ് മുഴുവനും നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു.
ഇനി അതിനെ മുഴുവനും പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് അത് ടോട്ടൽ ചെയ്യണം. അത്രയേ ഉള്ളൂ പണി. എന്നിട്ട് അതിൽ ഈ രണ്ടുമായിട്ട് കമ്പയർ, അതായത് ഇവിടുത്തെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ലോവർ വാല്യൂ എത്രയാണ് നോക്കണം. അതിന്റെ ജേണൽ എൻട്രി എഴുതിയേ വേണ്ടു നമുക്ക്. അപ്പോൾ നമുക്ക് പി വി ഫാക്ടർ തന്നിട്ടുണ്ടോ നോക്കിയേ, തന്നിട്ടുണ്ട്. എത്രയാണ് പറഞ്ഞാൽ 12.6% ആണ് പി വി ഫാക്ടർ ആയിട്ട് ഇംപ്ലിസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിലാണ് പി വി ഫാക്ടർ കാണേണ്ടത്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, ആ തന്നിരിക്കുന്ന പി വി ഫാക്ടർ നമ്മൾ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ എത്രയൊക്കെ തന്നിരിക്കുന്നത് നോക്കിയേ. നമ്മുടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എത്രയാ 0.89, സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് 0.79, തേർഡ് പറഞ്ഞിരിക്കുന്നത് 0.7, ഫോർത്ത് ഇയറിൽ 0.622, then 0.552. മനസ്സിലായോ? ഇത് ലാസ്റ്റ് വണ്ണം ഫിഫ്ത്ത് ഇയർ തന്നെ ആയതുകൊണ്ട് 0.552. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, പി വി ഫാക്ടർ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുകൊണ്ട് ഗുണിച്ചാൽ മതി. ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് ലീസ് പേയ്മെന്റ് ഇൻറ്റു പി വി ഫാക്ടർ, അതാണ് കേട്ടോ. അപ്പോൾ 1, 2, 3, നാലാമത്തെ കോളം എന്ന് പറയുന്നത് 2 × 3 കേട്ടോ. അറിയാത്തവരൊക്കെ വേണ്ടിയിട്ട് 2 × 3 ആണ് നാലാമത്തെ കോളം. അപ്പോൾ 80,000 ഇൻറ്റു ആദ്യത്തെ നോക്കി 80,000 ഇൻറ്റു 0.89 എത്രയാണ് വരണേ? 71,200. അപ്പോൾ എത്രയാണ് വന്നേ? 71,200. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കിയേ 80,000 ഇൻറ്റു 0.79. ഓക്കെ, 63,200. 63,200. ഓക്കെ, ഇനി 80,000 ഇൻറ്റു 0.7 അല്ലെ, 56,000. 56,000. ഇനി 80,000 ഇൻറ്റു 0.22 അല്ല 0.622. 80,000 ഇൻറ്റു 0.622 എത്ര വരിക? 49,760. അപ്പോൾ നമ്മൾ അവിടെ എഴുതി 49,760. ഓക്കെ, പിന്നെ 80,000 ഇൻറ്റു 0.55 എന്താണ് 2 അല്ലെ, അത്രയും വരണേ? അപ്പോൾ 44,160 ചെയ്ത് നോക്കണം കേട്ടോ. 44,160. ഓക്കെ, ഇനി അടുത്തത് എത്രയാണ് വരണേ നോക്കിയേ. അതും 28,000 ഇൻറ്റു 0.552, അതായത് 15,456. അപ്പോൾ 15,456 ഇത്രയാണ് ടോട്ടൽ. അപ്പോൾ ഇതൊന്ന് ടോട്ടൽ ചെയ്തേ. ഇതൊക്കെ കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയാണ് വരണേ നോക്കാം നമുക്ക്. ഓക്കെ, എന്നാണ് 2,99,776. 2,99,776 ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? ടോട്ടൽ എത്രയാണ് വന്നേനെ? അപ്പോൾ നമുക്ക് എത്രയേക്കാൾ കുറവുണ്ട് നോക്കിയേ. ഇവിടെ ഫെയർ പ്രൈസ് എത്രയാ? 3 ലക്ഷമാണ്. ഇതോ നമുക്കിവിടെ എത്രയാണ് കിട്ടിയത്? ഇവിടെ നമുക്ക് പേയ്മെന്റ് കിട്ടിയിരിക്കുന്നത് എത്രയാണ് കിട്ടിയത്? ലോവറാണ് നമ്മൾ എടുക്കേണ്ടത്. പേയ്മെന്റ് കിട്ടിയിരിക്കുന്നത് 2,99,776 ആണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയോ? 776 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ലോവറാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ 3 ലക്ഷം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നും കൂടി എഴുതിയെന്ന് മാത്രം. ഫെയർ റെന്റ് എത്രയാണ്? 3 ലക്ഷം. ഇത് 2 ലക്ഷം. അപ്പോൾ ഇതിൽ ലോവറാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? നമ്മുടെ അസറ്റിന്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ലോവർ എത്രയാണ് വരണത് നോക്കിയേ. ലോവർ എന്ന് പറയുന്നത് എത്രയാണ്? 2,99,776 ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ജേണൽ എൻട്രി എഴുതേണ്ടത്, രസി എഴുതേണ്ടത്. അപ്പോൾ ജേണൽ എൻട്രി നമുക്ക് നോക്കിയാലോ. ജേണൽ എൻട്രി നമുക്ക് ഇവിടെ ഒരു ബോക്സ് വരച്ച് എഴുതാം. ബോക്സ് വരച്ചു. ഒരൊറ്റ ജേണൽ എൻട്രി ഉള്ളൂ, അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രി. അപ്പോൾ സാധാരണ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പർട്ടിക്കുലർ കോളം കൃത്യമായിട്ട് വരച്ചോളൂ കേട്ടോ നിങ്ങൾ. ഓക്കെ, ഒരു പർട്ടിക്കുലർ കോളം, ഒരു ഡേറ്റ് പർട്ടിക്കുലർ, ഒരു ലെഡ്ജർ എന്താണ് ഫോളിയോ, 2 ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും. ഓക്കെ, നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ തന്നെ വരച്ചു. ഇനി പർട്ടിക്കുലർ ആണ്, അതറിയാലോ നിങ്ങൾക്ക്. പർട്ടിക്കുലർ ഡേറ്റ്. അപ്പോൾ ഡേറ്റിൽ ഫസ്റ്റ് ഇയർ ബിഗിനിങ് പീരീഡിലാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് വരുന്നത് നോക്കിയേ. അസറ്റ് എന്തായാലും വരിക അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലെസർ. ഓക്കെ, അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യല്ലേ വരുന്നത്. അപ്പോൾ എന്താ വരിക? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലെസർ. ലെസറുടെ പേരുണ്ടെങ്കിൽ മക്കൾ അവിടെ ലെസറുടെ പേര് എഴുതിക്കോ. ഇവിടെ പേരില്ല എന്ന് തോന്നണം. ഒരു ലെസറുടെ നിന്ന് വാങ്ങിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയാൽ മതി. എത്രയാണ് എഴുതേണ്ടത്? 2,99,776. ഓക്കെ, ബീയിങ് എന്താണ് റെക്കഗ്നൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ ലീസ് കേട്ടോ. ഇതിൻ്റെ എഴുതിക്കോളൂ. ബീയിങ്
recognition of financial lease. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എക്സ് ലിമിറ്റഡ് ദ ലെസ്സി entered into the lease agreement with Y limited the lessor to purchase a machinery for ₹12 lakh on 1st April 2019. Present fair market value of the asset as on 1st April 2019 ₹15 lakh. The lease agreement provided for the following terms. ഒന്ന്, lease tenure 36 months, rate of interest 10%, annual lease rental 5 lakh, guaranteed residual value lesser 2 lakh. എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞങ്ങനെ കാൽക്കുലേറ്റ് ദ അൺഏൺഡ് ഫിനാൻസ് ഇൻകം. അപ്പോൾ എന്താ നമ്മുടെ ചോദ്യം? അൺഏൺഡ് ഫിനാൻസ് ഇൻകം ആണ്, എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്ന് പറയണം? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അൺഏൺഡ് ഫിനാൻസ് ഇൻകം. അപ്പോൾ എന്താണ് അൺഏൺഡ് ഫിനാൻസ് ഇൻകം? ഈക്വൽ ടു നമ്മൾ നോട്ട് ചെയ്യാണ് അൺഏൺഡ് ഫിനാൻസ് income equal to എന്താണ് ഇക്വേഷൻ? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. മനസ്സിലായോ? ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ഇതിന് നമുക്ക് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് അറിയണം. നമ്മുടെ ലെസ്സി എന്താണ് ലീസ് പേയ്മെന്റ് എത്രയാണോ ടോട്ടൽ ലീസ് പേയ്മെന്റ് കൊടുക്കുന്നത്, ആക്ച്വൽ ഫിഗർ എത്രയാണോ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നു. അത് പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര രൂപയാണോ ടോട്ടൽ കിട്ടുന്നത് അതിനെ നമ്മൾ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നു. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അൺഏൺഡ് ഫിനാൻസ് ഇൻകം. അപ്പോൾ ഓരോ കൊല്ലത്തെയും നമുക്ക് ലെസ്സി എത്ര രൂപ തരേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആ ടേബിൾ വരച്ചിട്ട് നമ്മളൊന്ന് ഗ്രോസും നെറ്റും ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇയർ കോളം കൊടുത്തു, രണ്ടാമത്തെ കോളമായിട്ട് എന്താണ് ലീസ് പേയ്മെന്റ് കൊടുത്തു, ലീസ് പേയ്മെന്റ് കൊടുത്തു, പിന്നെ PV ഫാക്ടർ കൊടുത്തു, പിന്നെ പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്. ഓക്കെ, ഇങ്ങനെ 4 കോളമായിട്ട് കൊടുത്തു. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ നോക്കാം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതിന്. ഫസ്റ്റ് ഇയറിൽ എത്ര ലക്ഷം രൂപയാണ് കൊടുക്കണത് ലീസ് റെന്റലായിട്ട്? എന്താണ് എത്ര കൊല്ലം ഉണ്ടെന്ന് നോക്കണം. നമുക്ക് ആദ്യം 36 മാസം എന്നാണ് പറഞ്ഞേക്കണേ. 36 മാസം എന്ന് പറഞ്ഞാൽ 3 കൊല്ലം. 3 കൊല്ലം 5 ലക്ഷം വീതം. അപ്പോൾ എല്ലാ കൊല്ലവും എത്ര കൊടുക്കണ്ട? 5 ലക്ഷം. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയറും 5 ലക്ഷം, തേർഡ് ഇയറും 5 ലക്ഷം. അപ്പോൾ എല്ലാ കൊല്ലവും 5 ലക്ഷം കൊടുക്കണം. തേർഡ് ഇയറിൽ പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ എത്രയാണ് പറയുന്നത്? 2 lakh. അതും അപ്പോൾ എല്ലാം കൂടിയിട്ട് എത്രയാണ്? ഇത് ടോട്ടലിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. എത്ര? 5 5 10 15 17 ലക്ഷം. ഈ 17 ലക്ഷത്തിനെ പറയുന്ന പേരാണ് എന്താ? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. ക്ലിയർ ആയില്ലേ? ഇനി PV ഫാക്ടർ നമുക്കൊന്ന് നോക്കണം. എത്ര ശതമാനം നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് കണക്കിൽ തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. അപ്പോൾ 10% ആണെങ്കിൽ അതിൻ്റെ PV ഫാക്ടർ കണ്ടുപിടിക്കാൻ അറിയണം. എങ്ങനെയാണ് PV ഫാക്ടർ കണ്ടുപിടിക്കുക? ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. PV ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ? എന്താ ഫസ്റ്റ് ഇയറിൽ കേട്ടോ. ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഫസ്റ്റ് ഇയർ 1 divided by 1 plus rate ആണ്. അതായത് 1 divided by 1 plus ഇവിടെ റേറ്റ് എത്രയാ? 0.10. ഓക്കെ, അതായത് ഒന്നും കൂടി എഴുതി 1 divided by 1 plus 0.10 എന്ന് പറഞ്ഞാൽ 1.10. അപ്പോൾ എത്രയാ വരിക നോക്കി നോക്കിയേ. 1 divided by 1.10 0.909. അപ്പോൾ ആദ്യത്തെ കൊല്ലത്തെ കിട്ടിയ എത്രയാണ്? 0.909. അതുപോലെ തന്നെ രണ്ടാമത്തെ കൊല്ലത്തെ
കൊല്ലത്തെ ചെയ്യണം. രണ്ടാമത്തെ കൊല്ലത്തെ ചെയ്യാൻ സെക്കൻഡ് ഇയറിൽ ചെയ്യാൻ എളുപ്പമാണ്. സെക്കൻഡ് ഇയറിൽ നോക്കിക്കോട്ടെ. ഫസ്റ്റ് ഇയറിലെ ആൻസർ 0.909 ഇൻറ്റു 0.909. അപ്പോൾ സെക്കൻഡ് ഇയറിൽ കിട്ടും 0.826. തേർഡ് ഇയറിൽ നോക്കിക്കോട്ടെ. എങ്ങനെ ചെയ്യാന്ന്? തേർഡ് ഇയറിലെ ചില കാൽക്കുലേറ്ററിൽ വെറുതെ ഈക്വൽ ടു അടിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ചില കാൽക്കുലേറ്റർ ആദ്യത്തേൽ മാത്രം 0.909 അടിച്ച് പിന്നെ ഈക്വൽ ടു അടിച്ചാൽ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓരോ കാൽക്കുലേറ്ററിലെ സെറ്റിംഗ് മാറുമ്പോൾ വ്യത്യാസം വരും. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ടീച്ചർ പറയുന്നത് കേട്ടോ. അപ്പോൾ തേർഡ് ഇയറിൽ എത്രയാണ് വരിക? സെക്കൻഡ് ഇയറിലെ എന്താണ് ആൻസർ, അതായത് സെക്കൻഡ് ഇയറിലെ ആൻസർ എത്രയാണ്? 0.826 ഇൻറ്റു 0.909. അതാണ് തേർഡ് ഇയറിൽ വരിക. ഓക്കെ, പോയിന്റ് നോക്കി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.826 അല്ലേ, 0.751 കേട്ടോ. തേർഡ് ഇയറിൽ 0.751 വന്നു. അത് തേർഡ് ഇയറിൽ തന്നെയാണ് ലാസ്റ്റത്തെ ഗ്യാരണ്ടീഡ് വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ട് അതേ ഫിഗർ തന്നെ തേർഡ് ഇയറിലെ പി വി ഫാക്ടർ തന്നെ നമ്മളിവിടെ എഴുതിയിരിക്കണം കേട്ടോ. അത് മറക്കരുത്. തേർഡ് ഇയറിലെ പി വി ഫാക്ടറിനെ നമ്മൾ കാണിച്ചിരിക്കണം. ഇനി അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസറുകൾ പറഞ്ഞേ. ആദ്യത്തെ എത്രയാണ് വരുന്ന ആൻസർ? 5 ലക്ഷം ഇൻറ്റു 0.909 നമുക്ക് കിട്ടി 4,54,500 കണ്ടോ. ഇനി സെക്കൻഡ് ഇയർ നോക്കിയേ. സെക്കൻഡ് ഇയറിൽ 0.826 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4,13,000 അല്ലേ. ഇനി അടുത്തത് എത്രയാണ്? 5 ലക്ഷം ഇൻറ്റു 0.751 എത്രയാണ്? 3,75,500. ദെൻ അടുത്ത കൊല്ലവും എന്താണ് അതേ തേർഡ് ഇയർ തന്നെയാണ്. അപ്പോൾ 2 lakh ഇൻറ്റു 0.751 തന്നെ. അപ്പോൾ എത്രയാണ്? 1,50,200. ഇനി അത് ടോട്ടൽ ചെയ്തേ. ആ ടോട്ടലിനെ നമ്മൾ പറയുന്ന പേരാണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ആ ടോട്ടൽ എത്ര നമുക്ക്? 13,93,200. ശരിയല്ലേ? 13,93,200 ടോട്ടൽ കിട്ടാം. ഈ ടോട്ടലിനെ നമ്മൾ പറയുന്ന പേര് എന്താണ്? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, എന്താ പറയാ? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റും കിട്ടി, നെറ്റ് ഇൻവെസ്റ്റ്മെന്റും കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്തൂടെ? അൺഏൺഡ് എന്താണ് ഫിനാൻസ് ഇൻകം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപിടിച്ചോലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതുന്നു അൺഏൺഡ് ഫിനാൻസ് ഇൻകം. അൺഏൺഡ് ഫിനാൻസ് ഇൻകം ഈക്വൽ ടു എന്താ ഇക്വേഷൻ വരിക? എന്താ വരികയാണ്? 17 ലക്ഷം മൈനസ് 13,93,200 ഈക്വൽ ടു എത്ര വന്നു? എന്താണ്? 3,06,800. 3,06,800 കണ്ടോ. ഇതാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? എന്താണ്? ഫിനാൻസ് ഇൻകം ആയിട്ട്, അൺഏൺഡ് ഫിനാൻസ് ഇൻകം ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലിയർ ആയി. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. R Limited lessee acquired a machinery on lease from S Limited lessor on January 1, 2018. The lease term covers the entire economic life of the machinery, that is 3 years. The fair value of machinery on January 1st, 2018 is rupees 3,50,000. Fair value ഇപ്പോൾ തന്നിട്ടുണ്ട് 3,50,000. The lease agreement requires the lessee to pay amount of rupees 1,50,000 per year beginning December 31st, 2018. അപ്പോൾ 2018 ഡിസംബർ തൊട്ടിട്ട് പേയ്മെന്റ് കൊടുത്തു തുടങ്ങണം. എത്ര രൂപയാണ് ലീസ് പേയ്മെന്റ്? 1,50,000 രൂപ. The lessee has guaranteed a residual value of rupees 11,400 on December 31st, 2020 to the lessor. അതായത് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാരണ്ടീഡ് ഫിഗർ കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാണ്? 11,400 ആണ്. പക്ഷേ എന്താണ്? The lessor however
estimates that the machinery will have a salvage value of only 10,000. ഡെസർ എത്രയേ കണ്ടിട്ടുള്ളൂ ഈ ഡിസംബർ 2020 ഈ 10,000 കണ്ടിട്ടുള്ളൂ. പക്ഷെ ഡെസറിന്റെ നമ്മൾ കണ്ടത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് രസീത് പറഞ്ഞ എമൗണ്ട് കൊടുത്താൽ മതി. ഇനി the implicit cost of interest is 15% per annum. Compute the value of machinery to be recognized by the lessee. അപ്പോൾ ലെസ്സി എത്ര രൂപയ്ക്കാണ് ഈ ലീസ് ലീസിലെ മെഷീനറി എടുക്കുന്നത്, റെക്കഗ്നൈസ് ചെയ്യുന്ന വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം പോരാ, ഓൾസോ ദ ഫിനാൻഷ്യൽ ചാർജസ് എവരി ഇയർ, എല്ലാ കൊല്ലത്തെയും ഫിനാൻഷ്യൽ ചാർജസ് അഥവാ ഇൻട്രസ്റ്റ് എത്രയാണെന്നും കൂടിയും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, എത്ര രൂപയാണ് റെക്കഗ്നൈസ് ചെയ്യുന്ന വാല്യൂ, ലെസ്സി റെക്കഗ്നൈസ് ചെയ്യുന്ന ലീസ് അസറ്റിന്റെ വാല്യൂ. രണ്ടാമത്തത് ഫിനാൻസ് ചാർജ്. അപ്പോൾ ആദ്യം റെക്കഗ്നൈസ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തില്ലേ, അസറ്റിന്റെ വാല്യൂ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുക, നമ്മുടെ ഫെയർ മാർക്കറ്റ് പ്രൈസും അതുപോലെ തന്നെ പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സും രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും കുറവ് ഏതാണോ അതാണ് റെക്കഗ്നൈസ് ചെയ്യുന്ന വാല്യൂ. അപ്പൊ നമുക്കിതൊന്ന് ആദ്യം ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ഇതില്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെക്കഗ്നൈസ് ചെയ്യുന്ന വാല്യൂ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ജനറൽ എൻട്രി ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല, വാല്യൂ മാത്രം കേട്ടോ. വാല്യൂ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, വാല്യൂ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫെയർ മാർക്കറ്റ് വാല്യൂ. ഇവിടെ കണക്കിൽ തന്നിട്ടുണ്ട് ഇറ്റ് ഈസ് 3,50,000 ആണെന്ന്. ഇനി നമുക്ക് എന്തും കൂടി കണ്ടുപിടിക്കണം. രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്. ഓക്കെ, ലീസ് പേയ്മെന്റ് അത് എത്രയാണെന്ന് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. ഇതിൽ ലോവർ വാല്യൂ എത്രയാണോ അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, നമ്മുടെ റെക്കഗ്നൈസ്ഡ് വാല്യൂ ആയിട്ട് ലെസ്സി കൺസിഡർ ചെയ്യുക. അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ് നമുക്ക് വേഗം കണ്ടുപിടിച്ചാലോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇയർ കോളം കൊടുക്കുക, ഒരു ലീസ് പേയ്മെന്റിന്റെ കോളം കൊടുക്കുക, PV ഫാക്ടർ കോളം കൊടുക്കുക, പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്, അങ്ങനെ 4 കൊല്ലം കൊടുക്കുക. ഇപ്പൊ എത്ര ഇവിടെ കൊല്ലണ്ട്, 3 കൊല്ലല്ലേ നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ 31st ഡിസംബർ 2018 ആദ്യത്തെ കൊല്ലം. അതിൽ നമ്മൾ കൊടുക്കുന്ന ലീസ് പേയ്മെന്റ് എത്രയാ, 1,50,000. ഇനി 2020 അല്ലെ 19ലും 1,50,000 കൊടുക്കുന്നുണ്ട്. പിന്നെ 2020ലും 1,50,000 കൊടുക്കണം. പിന്നെ 2020 തന്നെ നമ്മൾ എന്തും കൊടുക്കുന്നുണ്ട്, ഒരു ഗ്യാരണ്ടീഡ് വാല്യൂ കൊടുക്കുന്നുണ്ട് അല്ലേ. എത്രയാണ് കൊടുക്കണേ, ഗ്യാരണ്ടീഡ് വാല്യൂ നമ്മളോട് പറഞ്ഞേക്കണേ 11,400. ക്വസ്റ്റ്യനിൽ കണ്ടു നിങ്ങളെ 11,400 കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ കൊടുക്കണതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടാൽ മതി. ഇവിടെ PV ഫാക്ടർ എത്രയാണ് പറഞ്ഞേക്കണേ, 15. ഇവിടെ 15% ആനുവിറ്റി ഫാക്ടർ തന്നിട്ടുണ്ട്. ഈ ആനുവിറ്റി ഫാക്ടർ കൊണ്ട് ഗുണിക്കാൻ എളുപ്പമാണ്. എല്ലാ ലീസ് പേയ്മെന്റും സെയിം ആകുമ്പോൾ ഇവിടെ 1, 2, 3 പേയ്മെന്റ് സെയിം ആവും. പക്ഷേ ഈ 11,400 നമ്മൾ പ്രസന്റ് വാല്യൂ കാണുമ്പോൾ പണിയാവും. അതുകൊണ്ട് നമുക്ക് ഓരോ കൊല്ലത്തെ നമുക്ക് എടുത്താൽ മതി കേട്ടോ. ക്വസ്റ്റ്യനിൽ അവിടെ തന്നിട്ടുണ്ട്, അത് നമുക്ക് വേണമെന്നില്ല. കാരണം അത് എടുത്താൽ നമുക്ക് ഇതിന്റെ മാത്രം ഒരു കൊല്ലത്തെ കണ്ട് വേറെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെക്കാട്ടിലും ഭേദം എല്ലാം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. നമുക്കറിയാലോ, ഫസ്റ്റ് കണക്കിൽ ഞാൻ പറഞ്ഞില്ലേ 15% PV ഫാക്ടർ കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ, 1 + 1 ഡിവൈഡഡ് ബൈ 1 + റേറ്റ് ആണ്. അതായത് 1 ഡിവൈഡഡ് ബൈ 1 + 0.15 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1.15 അല്ലെ. 1 + 0.15 15% ശതമാനം കളഞ്ഞതാണ് കേട്ടോ. 0.15 അതായത് 1 + 0.15 അതായത് 1 ഡിവൈഡഡ് ബൈ 1.15. ഇത്രയാണ് നോക്കി നോക്കുക. അതാണ് ഫസ്റ്റ് ഇയറിൽ കേട്ടോ. ഫസ്റ്റ് ഇയറിൽ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ അപ്പോൾ എത്ര വന്നു, 0.870 റൗണ്ട് ചെയ്താണ് കേട്ടോ. 69 സംതിങ് ആ വരണത്. അപ്പോൾ 5നേക്കാൾ കൂടുതലാണ് 4th ഡിജിറ്റ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ 0.870 ആയി കേട്ടോ. 0.870. ഇനി അടുത്ത കൊല്ലത്ത് അതേപോലെ തന്നെ നമുക്കറിയാലോ, സെക്കൻഡ് ഇയറിൽ എങ്ങനെയാണ് ചെയ്യുക, 0.870 × 0.870 അതാണ് സെക്കൻഡ് ഇയറിൽ വരിക. അതായത് 0.757. ഓക്കെ, തേർഡ് ഇയറിൽ നമുക്ക് അതേപോലെ തന്നെ 0.757 ×
എന്താണ് 870. അപ്പോൾ 658.658 കിട്ടി. അത് ഞാൻ തേർഡ് ഇയർ തന്നെയാണ് ഇവിടെ വരുന്നതുകൊണ്ട് 0.658 എഴുതി. ഇനി അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസറുകളൊക്കെ ഒന്ന് നോക്കിയേ. ആൻസറുകൾ ഇതാ വരുന്നത്. ആദ്യത്തെ നോക്കിയേ 1,50,000 ഇൻറ്റു 0.870, അതായത് 1,30,500. രണ്ടാമത്തെ നോക്കിയേ 1,50,000 ഇൻറ്റു എന്താണ് 757, അതായത് 1,13,550. 1,13,550. ദെൻ അടുത്തത് വരുന്നത് എന്താണ് തേർഡ് വരുന്നത് 98,700. 98,700. ദെൻ ലാസ്റ്റ് വരുന്നത് 7,000. എത്രയാണ് വരുന്നത് 7,501 വരുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എത്രയാണ് വരണമെന്ന് നോക്കാം. എല്ലാം കൂടിയിട്ട് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ വരുന്നത് 3,50,000 എത്രയാണ് വരണത് 251 വരുന്നുണ്ട്. ചെറിയൊരു കൂടുതലല്ലേ 3,50,251. ഇവിടെ 3,50,000 ഉള്ളൂ. ഇവിടെ 3,50,251 വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതി 3,50,251. ഇത് ലോവർ ഫിഗർ ഏതാ? ഇവിടുത്തെ ലോവർ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ 3,50,050 ആണ് റെക്കഗ്നൈസ് ചെയ്ത വാല്യൂ. അപ്പോൾ ക്ലിയർ ആയോ? വാല്യൂ റെക്കഗ്നൈസ്ഡ് എത്രയാണെന്ന് പറഞ്ഞു, അതവിടെ എഴുതി വെച്ചോളൂ കേട്ടോ. റെക്കഗ്നൈസ്ഡ് എന്ന് എഴുതി വയ്ക്കാം. വാല്യൂ റെക്കഗ്നൈസ്ഡ് എത്രയാണ് റെക്കഗ്നൈസ് ചെയ്ത് വെച്ചേക്കുന്ന വാല്യൂ റെക്കഗ്നൈസ്ഡ് ഈക്വൽ ടു 3,50,000 recognized. 3,50,000. ക്ലിയർ ആയോ? അപ്പം എങ്ങനെയാണ്? ഇനി അടുത്തത് നമുക്കതിൽ ഇൻട്രസ്റ്റ് ചാർജും കൂടിയും കണ്ടുപിടിക്കണം. എന്നാലേ എന്താണ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ചാർജ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് എന്ന് നോക്കാം. അപ്പോൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതേപോലെ തന്നെ ഒരു 7 കോളം, ഇതേപോലെ തന്നെ 6 കോളം വരയ്ക്കണം കേട്ടോ. ഫസ്റ്റ് കോളം ഇയർ കോളം, സെക്കൻഡ് കോളം ഓപ്പണിംഗ്, ഫസ്റ്റ് കോളം ഇത് കൊടുത്തു ഇയർ കോളം, സെക്കൻഡ് കോളം ഓപ്പണിംഗ് ബാലൻസ് കോളം, തേർഡ് കോളമായിട്ട് കൊടുത്തു ഇൻസ്റ്റാൾമെൻറ്റ് കോളം, ഇൻസ്റ്റാൾമെൻറ്റ്. ഫോർത്ത് കോളം നമ്മൾ കൊടുക്കുന്നു. ഫോർത്ത് കോളമായിട്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നു. നമുക്ക് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഫിനാൻസ് ചാർജസ് അഥവാ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നു. ദെൻ പ്രിൻസിപ്പൽ എമൗണ്ട്, ദെൻ ലാസ്റ്റ് കോളം ക്ലോസിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് കോളം. ഇത്രയും കോളമാണ് നമ്മൾ ഫിനാൻസ് ചാർജ് അഥവാ ഫിനാൻഷ്യൽ ചാർജസ് അഥവാ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള എന്താണ് കോളം കേട്ടോ. അപ്പോൾ ഈ കോളംസ് ഒക്കെ ആയില്ലേ. ഇനി നമുക്കതിൽ ഓരോന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഫസ്റ്റ് കോളത്തിൽ നമുക്ക് ഫസ്റ്റ് ഇയർ കോളം നോക്കാം. ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് ഇയറിൽ നമുക്കറിയാം ഡിസംബർ 2018 ആണ് കേട്ടോ. അപ്പോൾ 2018 ഡിസംബറിൽ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത വാല്യൂ 3,50,000 ആണ്. 3,50,000 റെക്കഗ്നൈസ് ചെയ്ത വാല്യൂ എടുത്തു. നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് എത്രയാ? 1,50,050 ആണ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്, അഥവാ ലീസ് റെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫിനാൻസ് ചാർജ് കണ്ടുപിടിക്കാൻ എല്ലാ കണക്കിലും ഇതേ ഫോർമാറ്റ് തന്നെയാണ് ചെയ്യുക. അതുകൊണ്ട് എന്താണ് ഒരു പ്രാവശ്യം പഠിച്ചാൽ പിന്നെ അത് തെറ്റില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ചെയ്യണേന്ന്. ഓപ്പണിംഗ് ബാലൻസ് എഴുതി. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത വാല്യൂ എത്രയാണ്? 3,50,000. ഇനി നോക്കിയേ 1,50,000 ഇൻസ്റ്റാൾമെന്റ് അഥവാ ലീസ് റെന്റിൽ നമ്മൾ കൊടുത്തു. ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാണുക? ഇൻട്രസ്റ്റ് 15% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 15% ഓപ്പണിംഗ് ബാലൻസിന്റെ മുകളിൽ. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം എങ്ങനെയാണ്. 3,50,000 മുകളിൽ എത്ര? 15%.
എത്രയാണ് നോക്കാം, 3,50,000 മുകളിൽ 15% എന്ന് പറഞ്ഞാൽ നമുക്ക് 52,500. ഓക്കെ, അപ്പോൾ എത്രയാ വരിക, 52,500. ഓക്കെ, ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് മനസ്സിലായോ എങ്ങനെയാ വന്നേന്ന്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റ് അപ്പോൾ എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഓപ്പണിംഗ് ബാലൻസിന്റെ മുകളിൽ 15%, എപ്പോഴും അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ഇനി പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലീസ് റെന്റിന്റെ ഉള്ളിലാണ് ഈ 52,500 ഉള്ളത്. അപ്പോൾ ആ 52,500 ലീസ് റെന്റിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്താൽ ബാക്കിയുള്ളത് നമ്മുടെ ലോണിലേക്ക് അഥവാ പ്രിൻസിപ്പളിലേക്ക് പോകുന്ന എമൗണ്ട് ആണ്. മനസ്സിലായോ. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റിന് ഇൻട്രസ്റ്റ് കുറച്ചാൽ ബാക്കിയുള്ളതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പൊ ഇത് മൂന്നാമത്തെ കോളാണ്. മൂന്നാമത്തെ കോളത്തിൽ നിന്നും എത്രയാ, എന്താണ്, നാലാമത്തെ കോളം. ഓക്കെ, നാണയത്തിന്റെ ഫിഗർ കുറച്ചാൽ നമുക്ക് അഞ്ചാമത്തെ 5 = 3 - 4. ഓക്കെ, എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായി. ഇൻസ്റ്റാൾമെന്റിന് ഇൻട്രസ്റ്റ് കുറയ്ക്കാം. എന്താണ് ഇൻസ്റ്റാൾമെന്റിന് ഇൻട്രസ്റ്റ് കുറച്ചാൽ ബാക്കി എത്രയുണ്ട് നോക്കിയേ, 97,500 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് വരുമ്പോൾ മൊത്തം നമുക്ക് കൊടുക്കാനുള്ളത് 3,50,000 ആണ്. അതിൽ 97,500 ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളതാണ് ക്ലോസിംഗ് ബാലൻസ് വരിക. അതായത് 2,52,500. ഓക്കെ, 2,52,500 ആണ് ക്ലോസിംഗ് ബാലൻസ്. ഫസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് കിട്ടിയോ, അതാണ് സെക്കൻഡ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് വരിക. 2,52,500 ആണ് സെക്കൻഡ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ്. മനസ്സിലായോ. അപ്പോൾ സെക്കൻഡ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എഴുതി. ഇനി സെക്കൻഡ് ഇയറിലും നമ്മൾ കൊടുക്കുന്ന ലീസ് റെന്റിൽ എത്രയാ, 1,50,000 അല്ലേ, അത് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് എങ്ങനെയാ കാണാം, ഓപ്പണിംഗ് ബാലൻസിന്റെ മുകളിൽ, അതായത് 2,52,500 മുകളിൽ 15%. ഇൻട്രസ്റ്റ് ഓരോ കൊല്ലത്തെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ എത്രയാ വരിക നോക്കിയേ, എന്താണ് 2,52,500 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37,875. അപ്പോൾ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് ചാർജ് 37,875 ആണ്. ഇനി അതിന്ന് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പോകുന്ന ബാക്കിയുള്ള കാശാണ് 1,50,000 37,875 കുറച്ചാൽ ബാക്കിയുള്ളതാണ് പ്രിൻസിപ്പളിലേക്ക് പോകുന്നത്. എത്രയാ, 1,12,125. ചെയ്ത് നോക്കണം കേട്ടോ. 1,12,125 ആണ് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പോവുക. ബാലൻസ് എത്രയുണ്ട് നോക്കുക, അതാണ് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട്. ഇതിന്ന് ബാലൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് കുറച്ചാൽ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അതായത് രണ്ടാമത്തെ കോളത്തിൽ നിന്നും, ഇതാണ് രണ്ടാമത്തെ ശരി, രണ്ടാമത്തെ കോളത്തിൽ നിന്നും അഞ്ചാമത്തെ കോളത്തെ ആൻസർ മൈനസ് ചെയ്താലാണ് ഈ ആറാമത്തെ കോളത്തിന്റെ ആൻസർ കിട്ടുന്നത്. മനസ്സിലായോ. അപ്പൊ എത്രയാ വരണേ നോക്കിയേ, എന്താണ് നമ്മുടെ ആൻസർ വരിക, 1,40,40,375. 1,40,375. ഇനി തേർഡ് ഇയർ അതുപോലെ തന്നെ ചെയ്യുക. 1,40,40,375 ആണ് ഓപ്പണിംഗ് ബാലൻസ് വരിക. തേർഡ് ഇയറിൽ എന്താണ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് 2 പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. 1,50,000 കൊടുക്കുന്നുണ്ട്, പ്ലസ് എത്രയും കൊടുക്കുന്നുണ്ട്, ഒരു 11,400 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ 11,400 കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം എത്രയാ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,61,400 വരെ. 61,400 എങ്ങനെയാ വന്നേന്ന് മനസ്സിലായോ. 1,61,400 എങ്ങനെയാ വന്നേന്ന് മനസ്സിലായോ. 2 പ്രാവശ്യമായിട്ട്, ഒന്ന് റെസിഡ്യൂവൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടൊന്നും കൊടുക്കണല്ലേ, അത് മൊത്തം ഇത്രയാ കൊടുക്കണേ കേട്ടോ. നമ്മുടെ എന്താണ് ഇൻട്രസ്റ്റ് ഈ കൊല്ലം മാത്രം ഇൻട്രസ്റ്റ്, ലാസ്റ്റ് ഇയറിൽ മാത്രം ഇൻട്രസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ലാസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് 0 വരണം. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് 0 വരണമെങ്കിൽ എന്താണ് ഈ ഓപ്പണിംഗ് ബാലൻസ് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പോകണം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എത്രയാ, 1,40,40,375 പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പോയാലല്ലേ ക്ലോസിംഗ് ബാലൻസ് 0 വരുള്ളൂ. കാരണം ഓപ്പണിംഗ് ബാലൻസിന് പ്രിൻസിപ്പൽ എമൗണ്ട് കുറച്ചതാണ് ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് 1,40,40,375. അതിന് പ്രിൻസിപ്പൽ എമൗണ്ട് 1,40,375 കുറച്ചാലേ 0 വരുള്ളൂ. അപ്പോൾ ഓപ്പണിംഗ് തന്നെ ക്ലോസിംഗ് ആക്കി എഴുതി വെക്കുക. എന്നിട്ട് ഇവ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് എഴുതുക. ലാസ്റ്റ് ഇയർ മാത്രം കേട്ടോ. അതിനെ നമ്മൾ അഡ്ജസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറയും കേട്ടോ. അപ്പോൾ എത്രയാണ് അഡ്ജസ്റ്റഡ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന് മനസ്സിലായോ. ഈ എന്താണ് ഇൻസ്റ്റാൾമെന്റ് 1,60,000 മൊത്തം കൊടുത്ത 1,61,400 അല്ലേ, അതെന്ന് 1,40,375 ലെസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ലാസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ്. അപ്പോൾ എത്രയാണ് വരിക, 21,025 വരുന്നുണ്ട് കേട്ടോ.
ഇത് അഡ്ജസ്റ്റഡ് എമൗണ്ട് ആണ് കേട്ടോ. ഇതിനെ നമ്മൾ എന്താ പറയുക, അഡ്ജസ്റ്റഡ് എമൗണ്ട് എന്നാ പറയാം, അഡ്ജസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്നാ പറയാം. ഈ ലാസ്റ്റ് ഇൻട്രസ്റ്റിനെ നമ്മൾ പറയുന്ന പേര് അഡ്ജസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്നാ പറയാം. കാരണം കുറച്ച് വ്യത്യാസം ഉണ്ടാവും, കൃത്യം 15% ഇത്രയാവണമെന്ന് നിർബന്ധമല്ലേ. മനസ്സിലായോ? ഇത്രയാണ് നമ്മുടെ ലാസ്റ്റ് ഇയർ കിട്ടുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? ഓരോ കൊല്ലത്തെ ഇൻട്രസ്റ്റ് ഇത്രയെന്ന് മനസ്സിലായോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോബ്ലം കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലത്തെ ഇൻട്രസ്റ്റും വേണമെങ്കിൽ നിങ്ങൾ എടുത്തേക്കുള്ളൂ. ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ്, ഫസ്റ്റ് ഇയർ എത്രയാ, 52,500. സെക്കൻഡ് ഇയർ 37,875. തേർഡ് ഇയർ എത്രയാ, 21,025. ഇത് അഡ്ജസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഒരു കുറച്ച് കാശിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രോബ്ലവും നമ്മുടെ തേർഡ് പ്രോബ്ലവും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്താണ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.